യുണൈറ്റഡ് നേഷനിൽ നിന്ന് അമേരിക്ക പുറത്താകും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലുള്ള വലിയ പ്രഷറാണ് ട്രംപിൻ്റെ മുകളിൽ വരുന്നത്. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് വന്ന് ഇലോൺ മസ്കിൻ്റെ അമേരിക്ക നാറ്റോയിൽ നിന്നും അതേപോലെ യുണൈറ്റഡ് നേഷനിൽ നിന്നും പുറത്തു പോകണം. കാരണം അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അമേരിക്ക കൊടുക്കുന്ന ഹ്യൂജായിട്ടുള്ള $18 ബില്യൺ, അതുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ പണിയുന്ന ഒരു പ്രസ്താവനയായിട്ട് ലോകത്ത് യുണൈറ്റഡ് നേഷൻ മാറി. ഇത് വളരെ സീരിയസ് തോട്ടാണ്. അപ്പം ഈ 18 ബില്യൺ അമേരിക്കയാണ് യുണൈറ്റഡ് നേഷന് മാൻഡേറ്ററി ആയിട്ട് എല്ലാ വർഷവും കൊടുക്കുന്നത്. ഹ്യൂജ് എമൗണ്ട്. അപ്പം ഇവിടെ മലയാളികളത് കേൾക്കുന്ന ചൈനീസ് ആരാധകർ നോക്കുക, 2 ബില്യണേ ചൈന കൊടുക്കുന്നുള്ളൂ. ഈ യുണൈറ്റഡ് നേഷൻ്റെ ഏറ്റവും കൂടുതൽ ഓഫീസുള്ള രാജ്യം അമേരിക്കയാണ്. എത്രയാണ് എംപ്ലോയീസ് എന്നറിയോ? ടോട്ടൽ യുണൈറ്റഡ് നേഷൻ്റെ പെർമനൻ്റ് എംപ്ലോയീസ് വരുന്ന 1,32,000 പേരാണ്. നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾ വലിയ പ്രഖ്യാപനങ്ങളായിട്ട് വരുമല്ലോ, ഊഞ്ഞാലാടുന്നു, ചാടുന്നു, ഓടുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് റിപ്പോർട്ട് എടുത്ത് നോക്കുക. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതല്ല. അതിനകത്ത് പറയുന്നത് കൺസ്ട്രക്റ്റീവായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, വലിയ ശമ്പളം വാങ്ങുന്നു. എന്താണ് ഇവർ ഡെലിവർ ചെയ്യുന്നത്? ഇവരെല്ലാം അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന തട്ടകമായിട്ട് യുണൈറ്റഡ് നേഷൻ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്നു. ഇതാണ് പറയുന്നത്. സീനിയർ ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റ് മെമ്പർ പറഞ്ഞ്, എന്തിനാണ് ഇത്രയും പണം അമേരിക്ക യുണൈറ്റഡ് നേഷന് കൊടുത്തിട്ട് അതിനെ ഇവിടെ നിലനിർത്തേണ്ട ആവശ്യം എന്താണ്? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടാകുന്ന ഇസ്രായേലുമായ ഇഷ്യൂ ആണ്. കാരണം യുണൈറ്റഡ് നേഷൻ്റെ അവിടെ എയ്ഡ് കൊടുക്കുന്ന ഫണ്ടിങ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഭവം കയറി ഏറ്റവും കൂടുതൽ പ്രശ്നം തീവ്രമായത്. അപ്പോൾ അതിനകത്ത് ഗാസയിലും പാലസ്തീനിലും മറ്റു പല രാജ്യങ്ങളിലും UN ഫണ്ടിങ് എന്നും പറഞ്ഞ് പോകുന്നത്, അത് അമേരിക്ക കൊടുക്കുന്ന ഫണ്ടിങ്ങും US എയ്ഡൊക്കെ പോകുന്നത് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനെ നർച്ചർ ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോജക്ട്സുകളുണ്ട്. ഇതിനകത്തൊക്കെ കയറിക്കൂടിയിരിക്കുന്ന ഈ പറയുന്ന പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് സൂഡാപ്പികളാണ്. ഇതതിൻ്റെ കാര്യം. കാരണം എന്ത് ഫോക്കസിന് വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻ വന്നത്? അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതായി കുറച്ച് ആൾക്കാർ വളരെയധികം ശമ്പളം വാങ്ങുന്നു. ആ ശമ്പളം മറ്റുള്ള ആൾക്കാർക്ക് പല പ്രോജക്ട്സുമായി ബന്ധപ്പെട്ട് ഇത് ഈ പറയുന്ന ടെറർ ഓർഗനൈസേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും അമേരിക്കയെ തെറി വിളിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ചോദ്യമാണ്, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ജനറൽ അസംബ്ലി കണ്ടു കാണും. ഈ പറയുന്ന ബൈഡൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ മാസം 3-4 പ്രാവശ്യമാണ് ഒരു അമേരിക്ക ഇത്രയും പണം കൊടുക്കുമ്പോൾ അവർക്കൊരു അജണ്ടയുണ്ട്. അപ്പം അവരുടെ താല്പര്യങ്ങളൊന്നും ഇവർ സംരക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ. അതായത് ടെറർ രാജ്യമായ ഗാസയ്ക്ക് അനുകൂലമായിട്ടും യമന് അനുകൂലമായിട്ടും ഇറാൻ അനുകൂലമായിട്ടും ഇസ്രായേലിനെതിരെ ഓരോ ഡിസ്കഷൻസും സംഭവങ്ങളും കയറി വരുമോ? എല്ലാ പ്രാവശ്യവും അമേരിക്ക പോയി വീറ്റോ ചെയ്യണം. പല സന്ദർഭങ്ങളിൽ അമേരിക്ക നിഷ്പക്ഷമായിട്ടിരിക്കുന്നു. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? കാരണം ഇതിനേക്കാൾ ഇത്രയും പണം കൊടുത്തിട്ട് മറ്റുള്ള പല ബോഡികൾ ഉണ്ടാക്കിയിട്ട് അതിനേക്കാളും മെച്ചമായ നിലയിൽ നല്ല ആൾക്കാരെ കൊണ്ട് പലതും ഡെലിവറി ചെയ്യാൻ സാധിക്കും. പിന്നെന്തിനാ ഇതേപോലൊരു വെള്ളാരെ ചുമക്കുന്നത്? ഈ യുണൈറ്റഡ് നേഷനിൽ ജോലി ചെയ്യുന്ന പലരുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. അപ്പോൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവരെ തന്നെ ഓഡിറ്റ് ചെയ്ത് എന്തുവരൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സംഭവത്ത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ദുരന്തം ഉണ്ടായി, കാരണം ഇവർ പറയുന്ന കൺസൾട്ടൻസി ഇവർ പോയി ചെയ്യുന്ന ഹ്യൂജ് എമൗണ്ടാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടു പല രാജ്യങ്ങൾക്കും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനെങ്കിലും സാധനം ഉള്ളതിൻ്റെ ആവശ്യം എന്ത്? ഇപ്പോൾ യൂണിസെഫുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പോഷകാഹാരം, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇസ്ലാമിക ലോകത്താണ്. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ഇത് പോകുമ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ആൾക്കാർ ബഡ്ഡിങ് ടെററായിട്ട് കുട്ടികളായിട്ട് വരുമോ? അത് നിങ്ങൾ കണ്ടതാണ്. ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു കുട്ടികൾ കുറച്ച് AK-47 പിടിച്ച് അവർ ഫയർ ചെയ്യാൻ പഠിക്കുമോ? അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം?
അതായത് നാളത്തെ ടെററിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇന്നത്തെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് അമേരിക്കയാണ്. ചോദ്യം ഭയങ്കരമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അമേരിക്കൻ സെനറ്റ് പണ്ട് പത്രസമ്മേളനം എടുത്തു പോകുക, അയാൾ ട്വീറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് എലോൺ മസ്കും പിടിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയിൽ വ്യാപകമായ സംഭവമായി മാറി. ബേസിക്കലി തുടക്കം കുറിച്ചത് ഈ ഹമാസ് ഇസ്രായേൽ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് ഇവർ ഈ പറയുന്ന അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഈ വന്നിരിക്കുന്ന പിള്ളേർ ആലോചിച്ച് നോക്കുക, യുണൈറ്റഡ് നേഷനിൽ ജോലി ചെയ്യുന്നവരുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ വയലൻസ് ഉണ്ടാക്കിയത്. മറ്റേ ആൻറ്റി സെമറ്റിക് ഇഷ്യൂ, അതായത് ഈ പറയുന്ന യുണൈറ്റഡ് നേഷനിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾ. അപ്പോൾ അതിൻ്റെ ഗതി മനസ്സിലാക്കിക്കോണം. കാരണം എല്ലാം ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദമുള്ള ആൾക്കാരാണ് ഈ കയറ്റത്ത് ജോലി ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ കാരണം അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ ശരിക്കും പണം വേണം. അപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റി നിങ്ങൾ വീഡിയോ കണ്ട് കാണും. അതേപോലെ തന്നെ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റിയിലും ഇതേപോലെ ആൻറ്റി സെമറ്റിക്, ആൻറ്റി അമേരിക്ക, അതേപോലെ തന്നെ അമേരിക്കൻ പതാക കത്തിച്ചത് യുണൈറ്റഡ് നേഷനിൽ ജോലി ചെയ്യുന്നവരുടെ മക്കളാണ്. ഇതാണ് ഇഷ്യൂ ആയത്. ചോദ്യം ഇപ്പോൾ സിമ്പിൾ ചോദ്യമാണ്, എന്തിനാണ് ഈ പണം കൊടുത്ത് ഇതേപോലെ ടെററിനെ ഫീഡ് ചെയ്ത് വളർത്തുന്നത്? ക്വസ്റ്റ്യൻ വളരെ ജെന്യുവൻ. അത് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനത്തെ എല്ലാം കൂടി ചവിട്ടി അങ്ങ് പുറത്താക്കും. പിന്നെ ഏതെങ്കിലും തേർഡ് വേൾഡ് രാജ്യത്ത് പോകേണ്ടി വരും. നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഈ യുണൈറ്റഡ് നേഷൻ തമ്മിൽ കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്തിട്ട് അത് കാരണം സൗദി അറേബ്യയിലോട്ടോ UAE-യിലോട്ടോ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റും. കാരണം അമേരിക്ക പറഞ്ഞേക്കുന്ന അവർക്ക് യുണൈറ്റഡ് നേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസോടെ താല്പര്യമില്ല, ഇവരെ മുഴുവനും പുറത്താക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം പുറത്ത് പോകട്ടെ, കാരണം അവരെ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ശല്യത്തിൻ്റെ ആവശ്യം. ഇങ്ങനെ വരുവാണെങ്കിൽ മറ്റൊരു സംഘടന ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ അഭിപ്രായത്തിൽ യുണൈറ്റഡ് നേഷൻ ഒരു വേസ്റ്റ്, ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പബ്ലിക് ഒപ്പീനിയന് വേണ്ടി അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മാത്രമേ, നമ്മൾ ജെന്യുവനായിട്ടുള്ള പല കാര്യങ്ങളായിട്ട് നടക്കത്തില്ല. ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾ അവരെ വെച്ച് മോശമായ രീതിയിൽ പ്രതികരിക്കുക, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, അതിനെ താറടിക്കാൻ ശ്രമിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം അനാവശ്യമായ കാര്യങ്ങളാണ് യുണൈറ്റഡ് നേഷൻ പല പ്ലാറ്റ്ഫോം, യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ, അതായത് കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ കണ്ടതാണ്, പാകിസ്ഥാൻ വെറുതെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക, ഇന്ത്യക്കെതിരെ വേണ്ടാത്ത കാര്യങ്ങൾ. ഇന്ത്യ ആവശ്യം എന്തുവാ? ഈ സാധനങ്ങളൊക്കെ പോകേണ്ട സമയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ട്രംപ് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനെ കൂടെ വലിച്ചു കൂടി ദൂരെ അതോടുകൂടി യുണൈറ്റഡ് നേഷൻ എന്ന് പറഞ്ഞൊരു പേര് വെച്ച് നടക്കുന്നവന്മാർ ഈ സാധനം ഇല്ലാതാകും. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞു, നിങ്ങളെ ആ പറഞ്ഞ ആളിനെ അല്ല. പക്ഷേ എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട്, UN-ൻ്റെ ആണോ, UN-ൽ ജോലി ചെയ്യുന്ന വലിയ ശമ്പളമാണോ, ഹ്യൂജ് ശമ്പളം ഇവർക്ക്. അപ്പോൾ ഇവരെന്താ ഡെലിവറി ചെയ്യുന്നതെന്നുള്ളതാണ്. കുന്തവാ ഡെലിവറി ചെയ്യുന്നത്, അവിടെ ഇവിടെയൊക്കെ ടൂറ് നടത്തുന്നു. ഒരു കാര്യം ഇവരെ കൊണ്ട് പറ്റില്ല. കാരണം ഒരു സമയത്ത് യുണൈറ്റഡ് നേഷൻ പലയിടത്തും ഇടപെട്ടിരുന്നു, ഇന്ന് ഇടപെടാനൊന്നും പറ്റുന്നൊന്നുമില്ല. ആ സത്യമാണ്. ഹ്യൂജായിട്ടുള്ള എക്സ്പെൻസാണ്, അത് അമേരിക്കയാണ് വഹിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ത്രോ ഇറ്റ് ഔട്ട്. മറ്റുള്ള നല്ല സംഘടനകൾ വരട്ടെ, കാര്യപ്രസക്തമായ സംഘടനകൾ പലയിടത്തും ഇടപെടാൻ കഴിയുന്നവരും ഇപ്പോൾ പ്രോപ്പറായിട്ട് അക്കൗണ്ടബിലിറ്റിയും എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് അതൊക്കെ വരണ്ട. അല്ലാതെ ഇങ്ങനൊരു വെളുത്ത ഒരു വെള്ളാനെ കൊണ്ട് നടത്തിയിട്ട് ആർക്കും പ്രയോജനം ഉണ്ടാകുന്നില്ല. കുറച്ച് സുഡാപ്പികൾക്കും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കും അതിൻ്റെ പേരിൽ ചിലവഴിച്ചിങ്ങനെ നടക്കാം. ഏറ്റവും നല്ലതാണ് യുണൈറ്റഡ് നേഷൻ ദൂരെ കളഞ്ഞ് ഇത് പോകേണ്ടത് ഈ ലോകത്തിൻ്റെ ആവശ്യം തന്നെയാണ്.